നിലമ്പൂരിൽ ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമപ്രവർത്തകരെ കണ്ടത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. വി ഡി സതീശൻ ഉണ്ടായിരുന്നു, പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം വന്നു. എന്തുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി മുൻ DCC അധ്യക്ഷനായിരുന്ന കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിൻ്റെ വീട്ടിലൊന്ന് പോവുക പോലും ചെയ്യാത്തത്? അതൊരു മര്യാദക്കേടിൻ്റെ പ്രശ്നമില്ലേ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി ഇപ്പോൾ നിലമ്പൂരിൽ വലിയ ചർച്ചയാണ്. അങ്ങനെ പ്രകാശിൻ്റെ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപകരമായ മറുപടിയാണ് നൽകിയത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ്. UDF സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് UDF തന്നെയാണ്. പക്ഷേ ആരായിരുന്നു VV പ്രകാശ്? DCC അധ്യക്ഷനായിരുന്നു, കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഒന്നാമത്തെ നേതാവ്, കഴിഞ്ഞ തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന നേതാവ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം നേതാവിൻ്റെ വീട്ടിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് മാറി നിൽക്കേണ്ടി വന്നത്? വളരെ പ്രധാനപ്പെട്ട ആ ചോദ്യം ഇന്ന് നിലമ്പൂരിൽ വലിയ ചർച്ചയാണ്. PV കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായിട്ട്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം കഴിഞ്ഞു നിൽക്കുമ്പോൾ വലിയ ചർച്ചകൾ ഇപ്പോൾ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ഉയരുകയാണ്. അതിൽ UDF ക്യാമ്പിൻ്റെ മുൻപിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് VV പ്രകാശിൻ്റെ വീട്ടിൽ പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്? പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപകരമായ മറുപടി അത് അപമാനിക്കലായിരുന്നില്ലേ എന്ന രീതിയിലാണ്. മനു, ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് നമുക്കറിയാം ഏതാണ്ടൊരു 10-23 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലമ്പൂരിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു VV പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ നമുക്കറിയാം. കോൺഗ്രസിനകത്ത് തന്നെ ഏറ്റവും മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന, ഈ നാട്ടിൽ വലിയ ജനകീയ ബന്ധങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ DCC പ്രസിഡന്റായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് VV പ്രകാശായിരുന്നു. അദ്ദേഹം പക്ഷേ ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയുണ്ട്. ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ട വളരെ സങ്കടകരമായൊരു സംഭവമായിരുന്നു. അത് കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്കാകെ വലിയ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കാലുവാരുന്നതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയെന്നുള്ള ആരോപണം, വിമർശനങ്ങൾ, ചർച്ചകളൊക്കെ മണ്ഡലത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. ചില സ്വീകരണ കേന്ദ്രങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുമ്പോൾ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന VV പ്രകാശിനോട് ഷൗക്കത്ത് ഏത് രീതിയിലാണ് പെരുമാറിയതെന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ ആ ഘട്ടത്തിലും പുറത്തു വന്നിരുന്നു. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ ഘട്ടത്തിൽ ഷൗക്കത്ത് വരുന്നതിന് മുമ്പൊക്കെ VS ജോയ് മത്സരിക്കണമെന്നുള്ള ആവശ്യം ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉന്നയിച്ചിരുന്നത്. അത് പഴയ ഗ്രൂപ്പിൻ്റെ നേതാക്കളൊക്കെ അത്തരം ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ VD സതീശൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ കരുതുക എന്നുള്ള, കോൺഗ്രസിൻ്റെയും മറ്റ് പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലെ ആൾക്കാർക്ക് കരുതുക, ഈ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ സ്വാഭാവികമായും VV പ്രകാശിൻ്റെ വീട്ടിൽ പോകും, അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും, പിന്തുണ തേടും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യമൊക്കെ അറിയിക്കും. കാര്യം ഇവർ എത്രയോ കാലം ഒന്നിച്ച് നിലമ്പൂരിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ്. രണ്ട് ചേരികളിലാണെങ്കിലും സ്വാഭാവികമായും ഒരു മരണശേഷം അത്തരമൊരു വിദ്വേഷമൊന്നും മനസ്സിലുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിൻ്റെ വീട്ടിൽ പോകുമെന്നുള്ളതാണ്. ഷൗക്കത്ത് അങ്ങനെ പല അന്തരിച്ച പ്രമുഖ നേതാക്കളുടെ വീടുകളിൽ പോയി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയൊക്കെ ചെയ്ത ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ പ്രകാശിൻ്റെ വീട്ടിൽ അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നലെ ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചരണമാണ്, ഈ സമയം വരെ ആര്യാടൻ ഷൗക്കത്ത് പോയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇവിടെ വലിയ ചർച്ച. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല, അറിയാൻ സാധിക്കില്ല. പക്ഷേ എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ട ഉള്ളിൽ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഷൗക്കത്ത് അവിടെ മനഃപൂർവ്വം പോകാത്തതാണോ, അല്ലെങ്കിൽ പ്രകാശിൻ്റെ കുടുംബാംഗങ്ങൾ ഷൗക്കത്തിനെ കാണാൻ തയ്യാറാകാത്തതാണോ എന്നുള്ള പല വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത്. കാരണം സ്വാഭാവികമായ ചോദ്യമാണ്. ഷൗക്കത്ത് പ്രകാശിൻ്റെ വീട്ടിൽ പോകാത്തതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് LDFിൻ്റെയും നേതാക്കളൊക്കെ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പൊക്കെ വരും പോകും, പക്ഷേ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾക്കൊക്കെ വലിയ മൂല്യം കൽപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് തങ്ങളുടെ കൂടെ എത്രയോ കാലം പ്രവർത്തിച്ച VD സതീശൻ്റെ ഒപ്പം എത്രയോ കാലം പ്രവർത്തിച്ച DCC പ്രസിഡൻ്റായിരുന്ന യുവജന വിഭാഗത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന VV പ്രകാശിൻ്റെ വിഷയത്തിൽ സതീശൻ നടത്തിയ പ്രസ്താവന വളരെ സങ്കടകരമായി കോൺഗ്രസ്സുകാരെ ബാധിക്കുന്നത്. കാരണം പ്രകാശിൻ്റെ വീട്ടിൽ എന്തിനാണ് ഷൗക്കത്ത് പോകേണ്ടത് എന്നുള്ളതാണ് സതീശൻ്റെ ചോദ്യം. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. കാരണം സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. അതിനകത്ത് മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ തീരുമാനിക്കണം, ചോദിക്കേണ്ട കാര്യമില്ല. പ്രകാശിൻ്റെ വീട്ടിൽ ഷൗക്കത്ത് പോകേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതായിരുന്നു VD സതീശൻ്റെ മറുപടി. അതും
കോൺഗ്രസിനകത്ത് ഇവിടെ ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ വികാരമായിട്ട്. കാരണം വി പ്രകാശിനെ നെഞ്ചേറ്റുന്ന ഒരുപാട് പ്രവർത്തകരുള്ള സ്ഥലമാണ് നിലമ്പൂർ. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റൊക്കെ നമ്മൾ വായിച്ചതാണ്. വളരെ ഹൃദയസ്പർശിയായ പോസ്റ്റായിരുന്നു അത്. അതേ സമയത്ത് തന്നെ അതിനകത്തുള്ളൊരു കാര്യം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അതിലൊരു വളരെ അവരുടെ മനസ്സിലുള്ളൊരു സന്ദേശം പുറത്തു വരുന്ന രീതിയിലേക്കുള്ളൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് മകൾ ഇട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയം നിലമ്പൂരിലെ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് പ്രകാശിനെ അനുകൂലിക്കുന്ന ആയിരക്കണക്കിന് അണികളുള്ളൊരു കേന്ദ്രമാണ്. അവിടങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയും അവരൊക്കെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. മനു.